കൊച്ചിയിൽ മറ്റൊരു വാർത്ത വരുന്നു. വിമാനം വൈകുന്നതായുള്ള വിവരമാണ്. 10:45 പുറപ്പെടേണ്ട കൊച്ചി ദില്ലി എയർ ഇന്ത്യ വിമാനം വൈകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്നുകൂടി അറിയുന്നു. എന്താണ് യഥാർത്ഥ കാരണം, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേയുള്ളൂ. റൺവേയിൽ നിന്നും തെന്നിമാറി എന്നൊക്കെയുള്ള ചില സംശയങ്ങൾ മാത്രം ഇപ്പോൾ വരുന്നുണ്ട്. അതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. എഞ്ചിൻ തകരാറുണ്ട് എന്നിപ്പോൾ വിമാനത്താവള അധികൃതർ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നേയുള്ളൂ. കൊച്ചി ദില്ലി എയർ ഇന്ത്യ വിമാനമാണ് ഈ രീതിയിൽ വൈകുന്നത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട്. 10:45 പുറപ്പെടേണ്ട വിമാനത്തിന് എഞ്ചിൻ തകരാറുണ്ട് എന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നു. അതിൽ കൂടുതൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അവിടെ റൺവേയിൽ നിന്നും വിമാനം തെന്നിമാറി എന്നൊക്കെയുള്ള വിവരങ്ങൾ അത് പുറത്തു വരുന്ന സംശയം മാത്രമാണ്. YS അഭിനന്ദ് കൊച്ചിയിൽ നിന്ന് ചേരുന്നതിന്റെ കൂടുതൽ വിവരങ്ങളുമായി. ഈ വിമാനം തെന്നിമാറി റൺവേയിൽ നോക്കിയുള്ളത് കാര്യങ്ങൾ അതിൽ ഉറപ്പ് ഉണ്ടോ, സ്ഥിരതയുണ്ടോ, അത് സ്ഥിരീകരിക്കുന്നുണ്ടോ? വിശദാംശങ്ങൾ എന്താണ്? ഹൈബി ഈഡൻ എം പി ആണ് ഇത്തരത്തിലുള്ള ആശങ്ക ഫേസ്ബുക്കിൽ അറിയിച്ചിട്ടുള്ളത്. കൊച്ചി ദില്ലി എയർ ഇന്ത്യ വിമാനമാണ്. 10:34 പുറപ്പെടേണ്ട വിമാനമാണെന്നാണ് ഹൈബി ഈഡൻ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നിട്ടും ഇത്രയും നേരമായിട്ടും അത് ടേക്ക് ഓഫ് ചെയ്തിട്ടില്ല. ഇപ്പോൾ അവിടെ റൺവേയിൽ നിന്ന് മാറ്റിയിട്ടിരിക്കുകയാണ് വിമാനം. ഹൈബി ഈഡൻ എം പി അധികൃതരുമായി സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ 24നോടും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. എഞ്ചിൻ തകരാറാണെന്നാണ് ക്രൂ അദ്ദേഹത്തിന് നൽകുന്ന വിശദീകരണം. ക്യാപ്റ്റനും അത് തന്നെയാണ് യാത്രക്കാരോട് അറിയിച്ചിട്ടുള്ളത്. എയർ ഇന്ത്യ 504 എന്ന വിമാനമാണ് ഇത്തരത്തിൽ 10:34 പുറപ്പെടേണ്ടതായിരുന്നു. പക്ഷെ ഇപ്പോഴും അത് പുറപ്പെട്ടിട്ടില്ല. ഇത് സ്കിഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യം കൂടി ഇപ്പോൾ ഹൈബി ഈഡൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹവുമായി സംസാരിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ് പറയുന്നത്. എയർ ഇന്ത്യ 504 എന്ന വിമാനമാണ് റൺവേയിൽ നിന്ന് തെന്നി മാറിയതായിട്ടുള്ള ഒരു സംശയം ഇപ്പോൾ ഹൈബി ഈഡൻ അറിയിച്ചുള്ളത്. അത് എയർപോർട്ട് അധികൃതരുമായി സംസാരിച്ചിട്ടുണ്ട്. ക്യാപ്റ്റനും ഇത് എഞ്ചിൻ തകരാറാണെന്നാണ് അറിയിക്കുന്നത്. PROയുമായി നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ഇതുവരെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ് ഹൈബി ഈഡൻ വ്യക്തമാക്കുന്നത്. അല്പസമയത്തിന് തന്നെ ഒരു വിശദീകരണം ലഭ്യമാകുമെന്നും പറയുന്നുണ്ട്. ഇതിൽ യാത്രക്കാരുടെ ആരുടെങ്കിലും പ്രതികരണമൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? ഇതിൽ എത്ര ആൾക്കാരുണ്ടായിരുന്നു ഈ വിമാനത്തിൽ? അത്തരം വിശദാംശങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടോ? അത്തരത്തിലുള്ള വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നതേ ഉള്ളൂ. കാര്യം ഹൈബി ഈഡനുമായിട്ടാണ് നമ്മൾ സംസാരിച്ചത്. അദ്ദേഹമാണ് ഫേസ്ബുക്കിലൂടെ എന്തൊക്കെയോ സംതിങ് അൺയൂഷ്വൽ വിത്ത് ഹിസ് ഫ്ലൈറ്റ് AI-504 ജസ്റ്റ് ഫെൽറ്റ് ലൈക്ക് സ്കിഡ് ഓൺ ദ റൺവേ എന്നുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അദ്ദേഹം ഇട്ടത്. ഉടൻ തന്നെ അദ്ദേഹം ക്യാപ്റ്റനുമായും അവിടുത്തെ അധികൃതരുമായും സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും അവിടെ നിന്നും അത് വിമാനം പുറപ്പെട്ടിട്ടില്ല. കൃത്യം 10:34 പുറപ്പെടേണ്ട വിമാനമാണ്. ഇപ്പോൾ അത് റൺവേയിൽ നിന്ന് മാറ്റിയിട്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. പക്ഷെ കൂടുതൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് എയർപോർട്ട് അധികൃതർ വ്യക്തമാക്കുന്നത്. എന്തായാലും അല്പസമയത്തിന് തന്നെ PROയുമായി സംസാരിച്ച് അവിടെ എത്ര യാത്രക്കാരുണ്ട്, എന്തൊക്കെയാണ് അവിടുത്തെ ബുദ്ധിമുട്ടുകൾ എന്നൊക്കെയുള്ള വിശദമായിട്ടുള്ള ഉത്തരം നമുക്ക് ലഭ്യമാകും. വിമാനത്താവളത്തിനുള്ള ദൃശ്യങ്ങൾ, ചില ചിത്രങ്ങൾ കൂടി ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ അത്ര വ്യക്തമല്ല എന്താണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ എന്തായാലും ഹൈബി ഈഡൻ MP ആണ് ഇത്തരത്തിലൊരു കാര്യം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് എന്നതുകൊണ്ട് തന്നെ അതിൽ ചില വസ്തുതകളുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. വിമാനം തെന്നിമാറി എന്നൊരു വിവരം, സംതിങ് അൺയൂഷ്വൽ ഹാപ്പൻഡ് എന്നാണ് ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഇപ്പോൾ വിമാനം 10:34 പുറപ്പെടേണ്ടതാണ്. പക്ഷേ അത് ഇതുവരെയും പുറപ്പെട്ടിട്ടില്ല എന്ന കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് വിമാനത്താവള അധികൃതർ.